+1 കെമിസ്ട്രി ടോപ്പിക്കിലെ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലുള്ള ഒരു പോയിന്റ് ആണ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ബൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് പൊതുവെ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമമുണ്ടാവും. ഈ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക, കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, അതിന്റെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഒരു റിയാക്ഷനിൽ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമുൾട്ടേനിയസ്ലി. അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് Fe2 plus Cr2O7 minus gives Fe3 plus Cr3 plus in the acidic medium. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിയവാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലൻസിംഗിന്റെ ക്വസ്റ്റ്യൻ കിട്ടും അത് ഏത് മീഡിയം ആണെന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും അവസാനം നമുക്കത് ആവശ്യമുള്ളൂ. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് അത് ആവശ്യമുള്ളത്, ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത്. അതിനു മുന്നേ നമുക്ക് ആ ടോപ്പിക് വരുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയവാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി Fe2 plus Cr2O7 minus gives Fe3 plus Cr3 plus. ഇനി അതിന്റെ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യാം. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ ഉണ്ട്. ഓക്സിജൻ നമുക്കറിയാം -2 ആണ്. സോ ക്രോമിയം, 2 ക്രോമിയം ഉണ്ട്. അപ്പോ ദാറ്റ് ഈസ് +6 ആണ് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ വരിക. ഇതിന്റെ രണ്ടിനെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതിന്റെ ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുക, അതേപോലെ റിഡക്ഷൻ എവിടെയാണ് നടക്കുക നോക്കുക. ഇൻക്രീസ് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ Fe2 പ്ലസിൽ നിന്ന് Fe3 പ്ലസിലേക്ക്. ഇതാണ് ഇൻക്രീസ് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ കോൾഡ് ഓക്സിഡേഷൻ. മാർക്ക് ചെയ്യാം. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് കൂടി എഴുതാം. 1 ഇലക്ട്രോൺ ആണ് അതിനകത്ത് ചേഞ്ച് ചെയ്യുന്ന വരുന്നത്. അതുപോലെ തന്നെ ക്രോമിയം +6 നിന്ന് +3 പോകുന്നു. അതാണ് റിഡക്ഷൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 ക്രോമിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ക്രോമിയം +6 നിന്ന് +3 പോകുമ്പോൾ 3 ഇലക്ട്രോൺസ് ആണെങ്കിൽ 2 ക്രോമിയം പോകുമ്പോൾ നമുക്കറിയാം 6 ഇലക്ട്രോൺ ആണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ഇനി ഹാഫ് റിയാക്ഷൻ മെത്തേഡില് ആ 2 റിയാക്ഷനെയും ഹാഫ് ആക്കി മാറ്റുക. അതാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. സ്പ്ലിറ്റ് ചെയ്യുക. ഓക്സിഡേഷൻ വേറെ എഴുതുക, റിഡക്ഷൻ വേറെ എഴുതുക. യൂസ് Fe2 plus gives Fe3 plus equation number 1, Cr2O7 minus gives Cr3 plus equation number 2. ഇങ്ങനെ 2 ഇക്വേഷൻ നമ്മൾ എഴുതിയതിനു ശേഷം അതിനകത്ത് നേരത്തെ നമ്മൾ ഇലക്ട്രോൺ കണ്ടുവച്ചിട്ടില്ലേ, അതുകൊണ്ട് ആ ഇലക്ട്രോണിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. ഷോർട്ട് കട്ടാണ്, ഓർമ്മിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ഇതിലുള്ള ഇലക്ട്രോൺസിനെ കൊണ്ട് ഇതില് നമുക്കറിയാം 1 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇതിനെ ഗുണിക്കേണ്ട കാര്യമില്ല, 1 കൊണ്ട് ഗുണിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 6Fe2 plus gives 6Fe3 plus ഇക്വേഷൻ നമ്പർ 3 കിട്ടും. അപ്പൊ ഇത് ബാലൻസ്ഡ് ആയി, വേറെ എലമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ ബാലൻസ്ഡ് ആയി. അടുത്ത റൂൾ. അപ്പൊ 2 വേറെ ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. 2 ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും സെപ്പറേറ്റ് ബാലൻസ് ചെയ്യാം. ഇക്വേഷൻ 1നെ ബാലൻസ് ചെയ്ത് വെച്ചു, ഇക്വേഷൻ 3 കിട്ടി. അത് അവിടെ വെക്കുക. അവസാനം നമുക്ക് വേണം ഇനി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, 2നെ ബാലൻസ് ചെയ്യണം. 2നെ ബാലൻസ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, അതിനകത്ത് മൾട്ടിപ്ലൈയുടെ കാര്യമില്ല. ഇനി നമ്മൾ ബാലൻസിങ് ഓൾ എലമെന്റ്സ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എലമെന്റുകൾ ബാലൻസ് ചെയ്യാം. നോക്ക്, Cr2 ഉണ്ട്. അപ്പൊ 2Cr3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4. അപ്പൊ വേറെ ഓക്സിജൻ ഇപ്പൊ നമ്മൾ നോക്കണ്ട. ക്രോമിയം 2 ഉണ്ട്. അപ്പൊ ഇവിടെ 2 ക്രോമിയം എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത് ബാലൻസിങ് ഓക്സിജൻ ആറ്റം. ഓക്സിജൻ എങ്ങനെ ബാലൻസ് ചെയ്യേണ്ടത്, അതായത് എത്ര ഓക്സിജന്റെ കുറവുണ്ടോ അത്രയും H2O കൊടുക്കുക. നമുക്കറിയാം H2Oല് ഒരു ഓക്സിജനാണ് ഉള്ളത്, ഒരു H2Oല്. അപ്പൊ എത്ര ഓക്സിജന്റെ കുറവാണുള്ളത് നോക്കുക, അത്രയും ഓക്സിജൻ യൂസ് ചെയ്യും. ഇവിടെ 7 ഓക്സിജന്റെ കുറവുണ്ട്. അപ്പൊ 7H2O. അപ്പൊ ബൈ ആഡിങ് H2O ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ 7H2O ഇക്വേഷൻ നമ്പർ 5 കിട്ടി. ഇനി ഓക്സിജൻ, അപ്പൊ ബാലൻസിങ് ഓൾ എലമെന്റ്സ് അതർ ദാൻ ഓക്സിജൻ ഹൈഡ്രജൻ ചെയ്തു, ബാലൻസിങ് ഓക്സിജൻ ആറ്റം ചെയ്തു. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. അന്നേരമാണ് ഏത് മീഡിയം ആണെന്ന് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം അസിഡിക് മീഡിയം ആണ്. അസിഡിക് മീഡിയം ആണ്, സിമ്പിൾ ആണ്. എത്ര H+ വേണോ അത്രയും H+ കൊടുത്താൽ മതി. നോക്ക്, ഇവിടെ 7H2 14H ആണുള്ളത്. അപ്പൊ ലെഫ്റ്റ് സൈഡില് 14H+ കൊടുക്കുക. ബാക്കിയുള്ളത് പോലെ. അപ്പൊ ഇക്വേഷൻ നമ്പർ 6 കിട്ടി. അപ്പൊ ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അപ്പൊ നേരത്തെ ഒരു ബാലൻസ് ചെയ്ത ഇക്വേഷൻ ഇക്വേഷൻ 3 ഇക്വേഷൻ 6 തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 3 + 6. ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ് ഒക്കെ ആഡ് ചെയ്യുക, റൈറ്റ് സൈഡ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബാലൻസിങ് പഠിക്കാൻ വേണ്ടി പറ്റും.
ഇനി നമ്മൾ മറ്റൊരു എക്സാമ്പിൾ ബേസിക് മീഡിയത്തിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ബേസിക് മീഡിയത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് MnO4 minus plus I minus gives MnO2 plus I2 in the basic medium. അപ്പോ നേരത്തെ അതുപോലെ തന്നെയാണ് സ്റ്റെപ്പുകൾ വരുന്നത്. മാംഗനീസ് ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുക, +7 ആണ് വരിക. I മൈനസ് മാംഗനീസ് +4 ആണ്, ഓക്സിജൻ -2 ആണ്, നമുക്കറിയാം ഇവിടെയും ഓക്സിജൻ -2 ആണ്. Then I2 0. Then increase in the oxidation number. I മൈനസിൽ നിന്ന് I2 ലേക്ക്, that is called oxidation. -1 0 ആവുന്ന 1 ഇലക്ട്രോൺ ആണ്, പക്ഷെ ഇവിടെ I2 വരുന്നുണ്ട്. അപ്പൊ I2 കിട്ടണമെങ്കിൽ എന്തായാലും 2 I മൈനസ് വേണ്ടി വരും. അപ്പൊ 2 ഇലക്ട്രോണും ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ +7 നിന്ന് +4 റിഡക്ഷൻ വിത്ത് 3 ഇലക്ട്രോൺസ്. അപ്പം റിഡക്ഷനിൽ 3 ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്യുന്ന +7 നിന്ന് +4 ഇവിടെ നമ്മൾ ഓക്സിഡേഷനിൽ 2 ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്യുന്നു. ഇത് നേരത്തെ പോലെ 2 ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇക്വേഷൻ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, I2 ആയിട്ടാണ് മാറുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 2I മൈനസ് ഗീവ്സ് I2 എന്ന് എഴുതാം. 2I മൈനസിനെ I2 കിട്ടും. അപ്പൊ അതുകൊണ്ട് 2I മൈനസ് ഗീവ്സ് I2, ഇക്വേഷൻ നമ്പർ 1. MnO4 മൈനസ് ഗീവ്സ് MnO2. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനകത്ത് എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ ആണ്, ഇവിടെ 3 ഇലക്ട്രോൺ ആണ്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന് 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഈ ഇക്വേഷൻ 1 into 3. അതുപോലെ തന്നെ അപ്പൊ 6I മൈനസ് ഗീവ്സ് 3I2 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇക്വേഷൻ 2 into 2. 2MnO4 മൈനസ് ഗീവ്സ് 2MnO2. അപ്പൊ ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ 3ഉം 4ഉം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. സെപ്പറേറ്റ് ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആയി. 6I മൈനസ് ഗീവ്സ് 3I2 ബാലൻസ്ഡ് ആയി. ഇനി ഇത് ബാലൻസ് ചെയ്യാം. നേരത്തെ പോലെ ഓക്സിജൻ ഈസ് ബാലൻസ്ഡ്. ഓക്സിജൻ എങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മള്? ബൈ ആഡിങ് H2O. അപ്പൊ ഇവിടെ നോക്ക്, 2 into 4 8, ഇവിടെ 4 ഉണ്ട്. അപ്പൊ 4H2O ന്റെ കുറവുണ്ട്. അപ്പൊ റൈറ്റ് സൈഡിൽ 4H2 ആഡ് ചെയ്യുക. അപ്പൊ ഓക്സിജൻ ബാലൻസ് ആയി. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുന്ന കേസിൽ ഇൻ ദ ബേസിക് മീഡിയം, അസിഡിക് മീഡിയം നമ്മൾ H+ അല്ലേ ആഡ് ചെയ്ത്, ബേസിക് മീഡിയത്തിൽ OH- ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം OH- ആഡ് ഓക്സിജൻ എണ്ണം മാറും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നറിയോ? ബൈ ആഡിങ് H2O. അപ്പൊ സംശയമായില്ലേ? H2O ആഡ് ചെയ്യാൻ അതിൽ ഓക്സിജൻ ഇല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിക്കണം, H2O സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താ കിട്ടുക നമുക്ക്? H+ഉം OH- അല്ലേ? അതിന് നമ്മൾ H+ മാത്രം എടുക്കുക, OH- നമുക്ക് വേണ്ട. അപ്പൊ നിങ്ങൾ ഏത് സൈഡിലാണോ H2O ആഡ് ചെയ്യുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് അത്രയും OH- ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ട H+ കിട്ടൂലേ? ഓർമ്മിക്കണം, H2 ആഡ് ചെയ്യുന്നതിൽ നമ്മൾ H+ മാത്രമാണ് എടുക്കുന്നത്. OH- അപ്പുറത്തെ സൈഡിൽ വെക്കുക. അപ്പൊ ബാലൻസ്ഡ് ആവും. അപ്പൊ നോക്ക്, നമുക്ക് ഇവിടെ 8H+ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 8H2O ആഡ് ചെയ്യുന്നു. 8H2O ആഡ് ചെയ്യുന്നു. 8H2 ആഡ് ചെയ്തിട്ട് അറ്റ് ദ സെയിം ടൈം 8OH- ആഡ് ചെയ്യുന്നു. നോക്ക്, 8H2 ആഡ് ചെയ്തു, 8OH. അപ്പൊ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 8H2, ഇവിടെ 4H2 കട്ട് ചെയ്താൽ ഇവിടെ 4 വരും. ഒന്നുകൂടി ചുരുക്കി എഴുതാം. 2MnO4 minus plus 4H2O gives 2MnO2 plus 8OH minus. ഇക്വേഷൻ നമ്പർ 7. നേരത്തെ ബാലൻസ് ചെയ്ത് വെച്ച ഇക്വേഷൻ 3 ആണ്. 3 plus 7 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 6I minus plus 2MnO4 minus plus 4H2O gives 3I2 plus 2MnO2 plus 8OH-. ഇങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം. അസിഡിക് മീഡിയം, ബേസിക് മീഡിയം, H+ ബാലൻസ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ഒരു വിഷമുള്ള പോയിന്റ് ഇപ്പൊ എളുപ്പമായി എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോ കൂടുതൽ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോ എളുപ്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.